KPCC അധ്യക്ഷന്റെ വീട്ടിൽ കൂടോത്രം. അന്ധവിശ്വാസങ്ങളെയൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ കണ്ട കാഴ്ച എന്താണ് എന്ന് പ്രേക്ഷകരെ കൂടി കാണിക്കാം. അപായപ്പെടുത്താൻ വീട്ടിൽ കൂടോത്രം വെച്ചെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. കൂടോത്രം വെച്ച സാധനങ്ങൾ വീട്ടിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. 1.5 വർഷം മുൻപുള്ള സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തെത്തിയത്. കുഴിച്ചെടുക്കുന്ന സമയത്ത് സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ സംസാരിക്കുന്നതും ഈ വീഡിയോയിൽ കേൾക്കാം. ഷേപ്പെല്ലാം വരച്ചിട്ടുണ്ട്. വീടുണ്ട് ഇനിയുണ്ടായിരുന്നു. അതിന്റെ കൊണ്ടുണ്ടാക്കി തെയ്യം ആളുടെ കൂടെ രണ്ടാള് ആള് ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. മാക്സിമം ഒതുക്കാൻ പറ്റുന്നല്ലോ ഒന്നും ബാക്കി വെച്ചില്ല. എന്നിട്ട് ഞാൻ ഇതിലെടുത്ത് പറഞ്ഞു പുള്ളിക്ക് ഒരു പൂല്ല നിങ്ങളെ കൊണ്ടാണ് എന്തെങ്കിലും വർദ്ധമായ തീർന്നില്ലേ. കൂടോത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവം രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കണമെന്ന് കെ സുധാകരൻ. KPCC ഓഫീസിലും കൂടോത്രം വച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇതിലൊന്നും തന്നെ അപായപ്പെടുത്താൻ സാധിക്കില്ല എന്നും കെ സുധാകരൻ പറഞ്ഞു. അറിയില്ല മോനെ, അല്ല എന്തെങ്കിലും ഈ ദൃശ്യങ്ങളൊക്കെ അവിടുന്ന് വീട്ടിൽ അതൊക്കെ ഉണ്ണിത്താനോട് ചോദിച്ചാലേ അറിയില്ല. അല്ല ഇത് അങ്ങനെ അപായപ്പെടുത്താമെന്ന് കരുതുന്നുണ്ടോ? എനിക്കാ അല്ല ഇതിലൂടെയൊക്കെ അപായപ്പെടുത്താൻ കഴിയുമോ? അതൊന്നും കഴിയില്ല. അതിലൊന്നും ആർക്കും കഴിയില്ല എന്ന് തോന്നുന്നില്ല. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, ഗുഡ് ഈവനിങ്. ബാലകൃഷ്ണൻ പെരിയ നമ്മുടെ ഗുഡ് ഈവനിങ് സുജയ പാർവതിയിൽ അതിഥിയായി വന്നിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കിയ സമയത്ത് അന്ന് പറഞ്ഞിരുന്നു ഈ കൂടോത്രത്തെ പറ്റി. 1.5 കൊല്ലം മുമ്പത്തെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നു. ആ ദൃശ്യത്തിൽ കെ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ സംസാരിക്കുന്നതും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് അർജുൻ കല്യാട്? സുജയ, 1.5 വർഷം മുൻപ് ചിത്രീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ 1.5 വർഷം മുമ്പ് ഈ കൂടോത്രം സുധാകരൻ്റെ വീട്ടിന് സമീപത്തുണ്ട് എന്നറിഞ്ഞ് അത് കുഴിച്ചെടുക്കുന്ന സമയത്തുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിനകത്ത് കൃത്യമായ തോതിൽ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും കെ സുധാകരനും പരസ്പരം സംസാരിക്കുന്ന കാര്യങ്ങളും ആ വീഡിയോയിൽ വളരെ വ്യക്തമായി കേൾക്കാം. അത് തന്നെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ചെയ്തിയാണ് എന്നുള്ളതാണ് സുധാകരൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി ഈ കൂടോത്രം മന്ത്രവാദത്തിൻ്റെയൊക്കെ ഭാഗമായി അത്തരത്തിൽ വിശ്വാസമുള്ളവരെല്ലാം ഇത്തരത്തിൽ ചില കൂടോത്രവും മന്ത്രവാദവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവം തൻ്റെ വീട്ടിലും അതുപോലെ തന്നെ KPCC ഓഫീസിൻ്റെ പരിസരത്തും ഒക്കെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതിന് ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വീടിൻ്റെ കന്നിമൂലയിൽ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അവിടെ നിന്ന് ഈ സാധനം കുഴിച്ചെടുക്കുന്നത്. ആ കുഴിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്ത് ചെമ്പ് തകിടിൽ ചില വീടിൻ്റെ രൂപരേഖകളെല്ലാം കൊത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാല്, അതുപോലെ തന്നെ തല തുടങ്ങിയിട്ടുള്ള രൂപങ്ങളെല്ലാം തന്നെ ഈ ചെമ്പ് തകിടിൽ കൊത്തിവെച്ചിരിക്കുന്നതായി കാണാം. പിന്നെ ചില തെയ്യങ്ങളുടെ രൂപങ്ങളും ഈ ഇതിനകത്ത് കുഴിച്ചെടുക്കുന്നതായിട്ടുള്ള പറയപ്പെടുന്ന തകിടിനകത്ത് ഉൾപ്പെടുത്തിയതായും ആ വീഡിയോയിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന സുധാകരനെ ഏതെങ്കിലും തരത്തിൽ ദുഷ്ടലാക്കോടുകൂടി സുധാകരനെ ഇങ്ങനെ പെടുത്തണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ചില അപായ നടത്തണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ആര് ചെയ്തു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ആരാണ് ഇത്തരത്തിൽ സുധാകരനെ അപായപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? അവിടെ CCTV ഒക്കെ ഉള്ളതാണ്. സുധാകരൻ്റെ വീടും പരിസരവും ഒക്കെ CCTV നിരീക്ഷണത്തിലുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു അവിടേക്ക് എത്താതെ ഒരു നേതാവിന്, ആക്സസ് ഇല്ലാത്തൊരു നേതാവിന് അവിടത്തേക്ക് കയറി ഇത്തരത്തിലൊരു കൂടോത്രം ചെയ്യാൻ വേണ്ടി കഴിയുകയും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ നേതാക്കളാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണോ എന്നുള്ളത് വ്യക്തത വരുത്തേണ്ടതും സുധാകരൻ തന്നെയാണ്. CCTV ദൃശ്യങ്ങൾ ആ ഘട്ടത്തിൽ പരിശോധിച്ചിരുന്നു. കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി
പറയേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ സുധാകരൻ ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദൃശ്യങ്ങൾ പുറത്തു വരാനുള്ള പ്രത്യേകമായിട്ടുള്ള കാരണം രാജ്മോഹൻ ഉണ്ണിത്താനാണ് എന്നുള്ളതാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ആ സംഭവ സമയത്ത് അവിടെ ഉള്ളതായി ആ ശബ്ദ രേഖയിൽ അല്ലെങ്കിൽ ഈ വീഡിയോ ദൃശ്യത്തിൽ തന്നെ വ്യക്തവുമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനകത്തുള്ള ചില പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉള്ളതാണ്. ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വിടണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകുമല്ലോ. ഈ ദൃശ്യം ചിത്രീകരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ചിത്രീകരിച്ച ദൃശ്യമാണ്. അതിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ തന്നെ സംഭാഷണം നമുക്കതിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. അപ്പോൾ ഇത് കുഴിച്ചെടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്തു? ഈ 1.5 വർഷത്തിനിടയിൽ കെ സുധാകരന് ഇപ്പോൾ നോക്കൂ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ നിന്ന് ജയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊന്നും വെച്ചിട്ട് അതങ്ങോട്ട് ഏറ്റില്ല എന്നല്ലേ? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ പത്തനംതിട്ടയിലുള്ള ഒരു ജ്യോതിഷൻ്റെ അവിടെ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ ഒക്കെ അതിനൊക്കെ വളരെ മുമ്പ് തന്നെ സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പത്തനംതിട്ടയിലുള്ള ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയി ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ഇത്തരത്തിൽ ഓഫീസിനകത്തും വീടിനകത്തും ഒക്കെ ഒരു പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. കൂടോത്രം വെച്ചതായിരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിലുള്ള കെ സുധാകരൻ കുറെ ടെൻഷൻ അടിച്ചിട്ടുണ്ടോ എന്തോ? 1.5 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് രാജ്മോഹൻ ഉണ്ണിത്താനോടും ചോദിച്ചു നോക്കാം എന്താണ് ഈ കഥ എന്നുള്ളത്. നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒന്ന് വിളിച്ചും ചോദിക്കാം.